119 സങ്കീർത്തനത്തിൻ്റെ 164 വാക്യം. 119 സങ്കീർത്തനം 164. നിന്റെ രീതിയിലുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്മരിക്കാം. പ്രിയമായ കർത്താവേ, വെള്ളിയാഴ്ച സന്ധ്യയിൽ കനിയാവുന്നവരുടെ നമസ്കാര പ്രാർത്ഥനയായ ദേശങ്ങളിൽ നമ്മേക്കാം. ഞങ്ങളൊന്നുമല്ല ദൈവമല്ല കർത്താവിനോട് സംബന്ധിക്കാൻ ഞങ്ങളുടെ അഹങ്കാരങ്ങളും നിങ്ങളങ്ങളും ഒക്കെ മാറ്റി വെക്കുവാൻ കർത്താവെ പതിനായിരങ്ങളുടെ നിശ്ചിതരായ കർത്താവിന്റെ കാണുവാൻ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡാനുഭവങ്ങളെയും കണ്ടപ്പാടുകളെയും സ്മരിക്കുവാൻ ഞങ്ങൾ നവീകരിക്കുന്ന നിമിഷങ്ങളായ സ്വാതന്ത്ര്യം കുരിശിന്റെ പാത്രത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ നാളുകൾ. കർത്താവിന്റെ സ്മരണയല്ല ഹൃദയത്തിന്റെ ആഴത്തിൽ പണിയുവാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കുരിശിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന അനുഭവത്തെയും കൊടുക്കപ്പെടുന്ന അനുഭവത്തെയും മരിക്കപ്പെടുന്ന അനുഭവത്തെയും ഉണ്ടാകുന്ന തിരിച്ചറിയാനുള്ള വേഗത്തെയും പരിജ്ഞാനത്തെയും ആളുകളിൽ ഞങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ ഞങ്ങളോട് കൃത്യമായി ഇടപെടണമേ. നിങ്ങളെല്ലാം ആത്മീയ ആഹാരം പ്രാവശ്യം മടങ്ങുവാൻ തോന്നണം. കർത്താവ് സഹായിക്കണമേ. അടിയുടെ ബലഹീനത നിസ്സഹായമാണ് കർത്താവ്. ഇതിന്റെ ദിവ്യമായ ജ്ഞാനം അടിയുടെ നാവിന്മേലും ബുദ്ധിയിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പരിശുദ്ധമായ ശക്തിയിലാണ് ജനത ഏകാഗ്രതയോടെ നിലനിർത്തിയാണ്. യേശു നമുക്ക് ഈ പ്രാർത്ഥന ദയവായി കേൾക്കുമാറാകണമെന്ന്. നമ്മുടെ സഭയെ സാധാരണ പറയുന്നത് പൗരസ്ത്യ സഭ എന്നുള്ളതാണ്. മനോഹരമായ സഭ പൗരസ്ത്യ സഭയുടെ ഭാഗം എന്ന നിലയിൽ പുരാതന കാലഘട്ടം മുതൽ 2000-ലധികം വർഷത്തിന്റെ ഒരു സഭാപാരമ്പര്യത്തിൽ നിൽക്കുന്ന സഭയ്ക്ക് പ്രാർത്ഥനകൾ ഒരു ദിവസം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് 7 യാമ പ്രാർത്ഥനകളുടെ സഭയാണ്. 7 യാമത്തിൽ പ്രാർത്ഥിക്കുന്ന സഭ. എന്നാൽ അതൊക്കെ വരെ കുറഞ്ഞു വന്ന് എത്രത്തോളം പ്രാർത്ഥന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ാണ് 7 യാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഇത് കർത്താവിൻ്റെ പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ട് ക്രൂശീകരണമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ 7 യാമത്തിലുള്ള പ്രാർത്ഥനയുടെ ക്രമീകരണം നമുക്ക് തന്നിരിക്കുന്നു. ഇന്നലെ ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ വന്ന ആളുകൾ ശ്രദ്ധിച്ച് കാണും അല്ലേ? ആരെക്കുറിച്ച് ഇന്നലെ പ്രസംഗിച്ചത്? ആരെക്കുറിച്ച്? നമ്മൾ ഇറങ്ങുക, പോവുക അല്ലേ? ഉത്സവം മടക്കുക, വീട്ടിൽ ചെല്ലുക. വേറെ ഇന്നലെ 7 മുങ്ങലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു വ്യക്തിയുടെ നയമാൻ്റെ ജീവിതത്തിലെ അല്ലേ? ആ 7 മുങ്ങലങ്ങൾക്ക് ഞാനൊരു വ്യാഖ്യാനം കൊടുക്കുവാൻ ശ്രമിച്ചു. 7 മുങ്ങലുകൾക്ക് ശേഷം ശപിക്കപ്പെട്ട ജീവിതാവസ്ഥയിൽ കുഷ്ഠം ബാധിച്ച അനുഭവത്തിൽ നിന്നവൻ്റെ ശരീരം ഒരു ബാലകൻ്റെ ശരീരം പോലെ, ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ നിഷ്കളങ്കതയുടെ ശരീരമായി മാറുന്നതിനെക്കുറിച്ചാണ് ഇന്നലെ സന്ധ്യയിൽ നമ്മൾ ധ്യാനിച്ചത്. അവിടെയും 7 മുങ്ങലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് 7 യാമത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മളിപ്പോൾ സങ്കീർത്തനത്തിൽ വായിച്ചപ്പോൾ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 119 സങ്കീർത്തനത്തിൽ, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം എത്ര പ്രാവശ്യം സ്തുതിക്കുന്നാണ് പറഞ്ഞ്? 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. ഇത് ചുമ്മാതെടുത്തല്ല പിതാക്കന്മാർ. നമ്മൾ ചെയ്ത എല്ലാത്തിനും വേദപുസ്തക അടിസ്ഥാനമാണ്. നമ്മുടെ വിശുദ്ധ കുർബാന നിങ്ങളൊക്കെ പലപ്പോഴും അത്ര ഗൗരവത്തോട് കാണാത്തതുകൊണ്ടും അലക്ഷ്യമായിട്ട് ചില ആളുകൾ അതിനകത്ത് സംബന്ധിക്കുന്നതുകൊണ്ടാണ് എല്ലാ അച്ഛൻ ചൊല്ലുന്നതും വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത വാക്യങ്ങളുടെ ബേസിലാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ ഉപയോഗിക്കുന്നൊരു ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. എന്നാൽ അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനോ ശ്രദ്ധിക്കുവാനോ സമർപ്പണത്തോടെ ആരാധനയുടെ ഭാഗമായി തീരുവാനോ സാധിച്ചു. കഴിഞ്ഞ ദിവസം നോമ്പിൻ്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം സഭ ഒരു പ്രത്യേക സന്ദേശം ഈ വലിയ നോമ്പിൽ പങ്കുവെക്കുന്നുണ്ട്. അതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഏറ്റുപിടിച്ച സന്ദേശം തന്നെയാണ്. അതാണ് കാർബൺ ലെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇത് ചിന്തിക്കും എന്നതായി പറയുന്നതെന്നൊക്കെ അല്ലേ? അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ആധുനിക ടെക്നോളജിയുടെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം പുറത്തേക്ക് വിടുന്നത് കാർബണാണ്. ആ കാർബണിൻ്റെ അളവ് കൂടിക്കൂടി വന്ന് ഈ നമ്മുടെ വായു മുഴുവൻ മലിനപ്പെട്ട് നമ്മളെയൊക്കെ നിത്യരോഗികളാക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ച് അത് കൂടിക്കൂടി വരികയാണ്. അതാണ് ഡൽഹിയിലും മറ്റ് പട്ടണങ്ങളിലൊക്കെ ഇടയ്ക്ക് നമുക്കറിയാം, ഇടയ്ക്ക് വാഹനങ്ങൾ പോലും ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ വായു മങ്ങുന്ന അനുഭവം, യാത്ര ചെയ്യാൻ പറ്റാത്ത അനുഭവം, കറുത്ത പുകകൾ ഉയരുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട കാര്യമാണ്. വലിയ നോമ്പിൽ 7 ആഴ്ചകളാണ് പ്രധാനമായിട്ടുള്ളത്.
അപ്പോൾ സഭ ഈ ദിവസങ്ങളിലുള്ള സന്ദേശമായിട്ട് പറയുന്നത് ഓരോ ആഴ്ചയിലും ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. അത് സഭ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോളേജ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഓൺലൈൻ പഠനമൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ആഴ്ചയിൽ കഴിഞ്ഞു പറഞ്ഞത് കാലാവസ്ഥയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരായി തീരുവാൻ സാധിക്കും. ഫെബ്രുവരി മാസം ആയപ്പോഴത്തേന് കൊടും ചൂടിലാണ് നമ്മളിരുന്നത്, അല്ലേ? ഇതെല്ലാം നമ്മുടെ ചെയ്തികളുടെ പരിണത ഫലമായിട്ട് പ്രകൃതി വല്ലാതെ മാറിയതുകൊണ്ട് നമ്മളതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഗൾഫിലെ സമാനമായ ചൂടാണ് ഈ നാളുകൾ. 40 ഡിഗ്രിക്ക് അപ്പുറത്താണ് പുനലൂരൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നൽപ്പം ശമനം എന്തോ ഉള്ളതുപോലെ തോന്നും. അതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവുകളിൽ ബോധവാന്മാരായി പണ്ട് കാലഘട്ടങ്ങളിൽ ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊന്നും ഒരു AC-യും വേണ്ട, തണലുകളുള്ള വീടിൻ്റെ പരിസരങ്ങളിൽ ജീവിച്ച ആളുകളായതുകൊണ്ട് നമുക്കത് സന്തോഷമാണ്. ഇന്നെങ്ങനെയെങ്കിലും അതെല്ലാം വെട്ടിക്കളയാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒന്നാം ആഴ്ചയിലെ ധ്യാനത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് പ്രകൃതിയെ സ്നേഹിക്കുകയും കാലാവസ്ഥ അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ നമുക്ക് ലഭിക്കണം. മഴ പെയ്യുമ്പോൾ മഴ, മഞ്ഞ് പെയ്യുമ്പോൾ മഞ്ഞ്, ചൂടുള്ളപ്പോൾ ചൂട്, അതിൻ്റെ എല്ലാം ക്രമം തെറ്റിയിരിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളവരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കും. 2 എനർജിയുടെ വൈദ്യുതിയുടെ ഉപവാസത്തെക്കുറിച്ച് പറയാം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചതാണ്. 2ാമത്തെ ആഴ്ചയിൽ വൈദ്യുതിയുടെ ഉപവാസം. മിതത്വം പാലിക്കാൻ പറ്റുന്നിടത്തെല്ലാം മിതത്വം പാലിക്കണം. നമ്മുടെ ചില തിരുമേനിമാർ പള്ളിയിൽ ചെല്ലുമ്പോൾ പറയും, നിങ്ങളിങ്ങനെയുള്ള ഇപ്പോഴത്തെ നമുക്കറിയാം പുതിയ ലൈറ്റ് സംവിധാനങ്ങളുണ്ട്, അല്ലേ? LED പോലുള്ള, അത് വോൾട്ടേജ് കുറച്ച് ഉപയോഗിക്കുന്നതാണ്. ഇന്ന് പഴയ പല പള്ളികളിലൊക്കെ ചെന്നാൽ ഇപ്പോഴും പഴയ സംവിധാനങ്ങൾക്കകത്ത് കണ്ടമാനം വൈദ്യുതി വലിച്ചെടുക്കുകയാണ്. ഒരു മാസത്തെ കറണ്ട് ബില്ലൊക്കെ വരുന്നത് വളരെ അന്യായമായ രീതിയിലാണ് പള്ളിക്കൊക്കെ വരുന്ന കറണ്ട് ബില്ല്. അനാവശ്യമായ ഉപയോഗങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ദേവാലയമൊക്കെ പൂട്ടിയിട്ട് പോകുമ്പോൾ വൈകിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ഇവിടെ പ്രകാശം കാണാം, ഏതെങ്കിലുമൊക്കെ ഒരു ലൈറ്റ് കത്തിക്കിടക്കും. തമ്പുരാൻ വന്നെന്നുള്ള ചിന്തയില്ല പിന്നെ വന്നത് ഓഫ് ചെയ്യുന്നത്. ഇത്രയും ലൈറ്റ് സംവിധാനങ്ങളുള്ളപ്പോൾ എവിടെയിലേക്ക് പോകും? ചിലപ്പോൾ ചില ഫാനുകളൊക്കെ അറിയാതെ കടന്ന് കറങ്ങിയിരിക്കും. ചിലപ്പോൾ അടുത്ത ദിവസം പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴായിരിക്കും അത് ഓഫ് ചെയ്യുന്ന അനുഭവം ഉണ്ടാകുന്നത്, അല്ലേ? അങ്ങനെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തുമാത്രം എനർജി നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ഭവനത്തിനകത്ത് നമുക്ക് സൂക്ഷിക്കാം. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ നമ്മളെ തൊടാത്ത കാര്യങ്ങളായിട്ടല്ല, ഇത് തൊടുന്ന കാര്യങ്ങളായിട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലേ? ഈ ലൈറ്റും ഫാനും ഒക്കെ നമ്മുടെ വീട്ടിൽ കിടന്ന് കറങ്ങി കറണ്ട് ബില്ല് കൂടുമ്പോൾ നമ്മളെ തൊടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. 2ാമത്തെ ആഴ്ചയിൽ 3ാമത്തെ ആഴ്ച ആഹാരത്തിൻ്റെ ഉപവാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. ആഹാരത്തിൻ്റെ മിതത്വമാണല്ലോ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉള്ള ഭക്ഷണം നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാൻ സാധിക്കണം. ഈ മന്നായുടെ ഡയറ്റ് അത് കഴിഞ്ഞ ദിവസം ഞാൻ പറയുവാൻ ശ്രമിച്ച കാര്യമാണ്. അത് നമുക്കറിയാം, അവിടെ ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. അവിടെ പറയുന്നുണ്ട് കൂടുതൽ പറയ്ക്കുവാനും കുറച്ച് പറയ്ക്കുവാനും എല്ലാം അവസാനം വന്നപ്പം എല്ലാം ഒരുപോലെ ഉള്ളൂ. ഇതാണ് മനുഷ്യ ജീവിതം. ഒത്തിരി വെട്ടിപ്പിടിച്ചവനും വെട്ടിപ്പിടിക്കാതിരുന്നവനും ഒക്കെ അവസാനം 6 അടി മണ്ണേ ഉള്ളൂ എന്നാണ് പറയുന്നത്, അല്ലേ? ഈ കൂടുതൽ പിറക്കിയവനും കുറച്ച് പറയ്ക്കുവാനും ഒരുപോലെയുള്ളതെന്ന് പറയുന്ന കാരണം അവിടുത്തെ സംവിധാനമാണ്, വിതരണ സംവിധാനമാണ്, ഒരുപോലെയാണ്. നമ്മുടെ വിതരണ സംവിധാനം പോലെ അനീതി നിറഞ്ഞ സംവിധാനമല്ല, അല്ലേ? അത് കൃത്യമായിട്ട് കിട്ടേണ്ട ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ സാർത്ഥതയോടെ പറയ്ക്കുവാനും കുറച്ച് പറയ്ക്കുവാനും ഒക്കെ ഒരുപോലെ കിട്ടുന്ന അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ആഹാരത്തിൻ്റെ ഉപവാസം വളരെ പ്രധാനപ്പെട്ടതാണ്. 4ാമത്തെ ആഴ്ചയിൽ അമിത വ്യയങ്ങൾ ഒഴിവാക്കുവാൻ ശീലിക്കുക. അനാവശ്യ ചെലവുകൾ ഇന്ന് ഏത് മേഖലയെ നോക്കിയാലും ദൂരത്തിൻ്റെയാണ്, അല്ലേ? പണമില്ലെങ്കിൽ നമ്മൾ പണം കടമെടുത്ത് വീട് വെക്കും, പണമില്ലെങ്കിൽ നമ്മൾ പണം കടമെടുത്ത് വണ്ടി മേടിക്കും. എല്ലാം ഒരു മത്സരങ്ങളാണ്. പണമില്ലെങ്കിൽ വിവാഹത്തിന് നമുക്ക് ചിലവാക്കുവാൻ ആവശ്യത്തിന് പണം കയ്യിലില്ലെങ്കിലും അത് നമ്മൾ കടമെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പ്രൗഢി കാണിക്കുന്നതിന് വേണ്ടി പലപ്പോഴും നമ്മൾ ചെയ്യുന്നു. അമിത വ്യയങ്ങളിൽ നിന്ന് മനുഷ്യൻ കഴിവത് പിശുക്കനാകാൻ വേണ്ടിയല്ല അതുകൊണ്ട് പറയുന്നു, അല്ലേ? ഈ നോമ്പ് നോക്കുമ്പോൾ നമ്മൾ വർജിക്കുന്ന പണം നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്തോത്ര കാഴ്ചകളുമൊക്കെ അർഹതപ്പെട്ട ചില ആളുകൾക്കത് അനുഗ്രഹവും നന്മയായി തീരുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അത് ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുന്നത്. വല്ലാതെ വേസ്റ്റുകൾ വർദ്ധിക്കുകയാണ് അമിതമായിട്ടുള്ള ഈ ധൂർത്തം മൂലം, അല്ലേ? ഇതൊക്കെ പലയിടത്തും ഡംപ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഗൗരവം ഉണ്ടാകണമെന്നുള്ളതാണ് സഭ നമ്മളോട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. കാണുന്നിടത്തെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോകും, അല്ലേ? ഇവിടെ ഒരു കല്യാണം നടന്നാൽ ശവടക്ക് നടന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറിയാൽ മതി. നമ്മുടെ ആത്മീയതയും നമ്മുടെ കാര്യവിചാരത്വം ഒക്കെ കാണുവാൻ ഈ പള്ളി പരിസരം മുഴുവൻ നമ്മൾ വൃത്തികേടാക്കിയിട്ടാണ്. എല്ലാവരുടെയും കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. സങ്കടമാണ്. എത്രയോ പ്രാവശ്യം ഞാൻ പള്ളിയിൽ പറഞ്ഞതാണ്, നമ്മളുടെ ഒരു സംസ്കാരമാണ് നമ്മളെങ്ങനെ ദേവാലയ പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പെരുമാറുന്നു എന്നുള്ളത്.
ചിലരാണ് എവിടെ വേണേലും ഇരുന്ന് തുപ്പും, അല്ലേ? അതവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടായിട്ട് നമ്മൾ 100 സ്തോത്രമൊക്കെ പറഞ്ഞിട്ട് നടന്നാൽ മതി. എല്ലാവരുടെയും വിചാരം അങ്ങ് ദൈവവേദലായി പോയെന്നാണ്. വെറുതെയാണ്. കർത്താവ് നിങ്ങളെ വിലയിരുത്തുമ്പോൾ എല്ലാവരും വട്ടപൂജ്യത്തിൻ്റെ അനുഭവത്തിലാണ് നിൽക്കുന്നത്, അല്ലേ? ദൈവം ആഗ്രഹിക്കുന്ന മാനദണ്ഡങ്ങളിലേക്ക് വന്നാലേ നമ്മളൊരു ആത്മീയ പൈതലാണെന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. നോമ്പ് പറയുവാൻ ശ്രമിക്കുന്നത് ഈ 50 ദിവസം കൊണ്ടൊക്കെ എല്ലാവരും പൂർണ്ണതയിലെത്തും എന്നുള്ളതല്ല. എന്നാൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ചില മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചുവെങ്കിൽ അത് സന്തോഷകരമായ കാര്യമാണ്. 5ാമത്തെ ഉപവാസം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപവാസമാണ്. ഭൂമിയുടെ ജൈവഘടനയെ ബാധിക്കുന്ന, ദോഷമായി ബാധിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതെത്രത്തോളം നമ്മൾ അകറ്റി നിർത്തേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഉപവാസം നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. 6 വാഹനത്തിൻ്റെ ഉപവാസമാണ്. ചുമ്മാതെ എടുത്തുകൊണ്ട് പോവുക, വണ്ടി കറങ്ങാൻ പോവുക, അല്ലേ? അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. എന്നാൽ ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത് പൊതു സംവിധാനങ്ങളിലേക്ക് മാറുമ്പോൾ ഒത്തിരി ഗുണമുണ്ട്. ട്രെയിൻ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ട്രെയിൻ ഉപയോഗിക്കാം. ഗതാഗത സംവിധാനങ്ങൾ സർക്കാരിന് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അത് ഉപയോഗിക്കാം. സൈക്കിൾ ഓടിക്കുവാൻ ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ വാഹനം സൈക്കിളാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ടിപ്പർ തട്ടിയിട്ട് ഇറക്കാൻ പറ്റത്തില്ല. വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ സൈക്കിളിന് പോകാൻ പ്രത്യേക പാത ഇവർ നിർമ്മിച്ചിട്ടുണ്ടല്ലേ. നമ്മളിപ്പോഴും വികസനമാണ്, മുഴുവൻ വികസനത്തിൽ നിൽക്കുകയാണ് നമ്മൾ പറയുന്നത്. ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകാനുള്ള വികസനം പോലും ഈ നൂറ്റാണ്ടിൽ പോലും നമുക്കായിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. 7 സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപവാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അനേക ബന്ധങ്ങളെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം, അനേക ബന്ധങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം മനുഷ്യനെ ഇന്ന് വല്ലാത്തൊരു അഡിക്ഷനിലേക്ക്, ഒരു വല്ലാത്ത അടിമത്തത്തിലേക്ക് ഇത് നയിക്കുന്നു. മറ്റുള്ളവൻ്റെ ബന്ധങ്ങളെ തകർക്കുവാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇന്ന് സൈബർ പോരാളികളാണ്. പണ്ട് നമ്മൾ പോരാളികളെ നേരിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലേ? ഇന്ന് സൈബർ ലോകത്തെ പോരാളികൾ ഭയങ്കര അപകടകരങ്ങളാണ്, അല്ലേ? അവർ നിർദ്ധയം ആളുകളെ കൊല്ലുന്ന അനുഭവത്തിലൂടെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട് ഒരു ചെറുപ്പക്കാരൻ്റെ വളരെ ദാരുണമായിരിക്കുന്ന അന്ത്യം, വളരെ സങ്കടമാണ്. നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സൂചന എന്ന് പറയുന്നത്. നമ്മുടെ ക്യാമ്പസുകൾ വളരെ ക്രിയാത്മകതയുടെയും സംവേദത്തിൻ്റെയും സജീവതയുടെ ഇടങ്ങളായി തീരേണ്ട ഈ ക്യാമ്പസുകളൊക്കെ ഇന്ന് ഗുണ്ടാസംഘങ്ങളുടെ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് സങ്കടം. ഓരോ മരണം വരുമ്പോഴും നമ്മളിതൊക്കെ പറയും. ആർക്കും ഇതൊന്നൊരു വിഷയമല്ല, അല്ലേ? ഒതുക്കേണ്ടത് ഒതുക്കാൻ അറിയേണ്ടവർക്കറിയാം. സ്ഥാനങ്ങളിലിരിക്കും. നഷ്ടപ്പെട്ടതാർക്കാണ്? പാവം പിടിച്ച മാതാപിതാക്കൾക്ക് മാത്രമാണ് നഷ്ടം എന്നൊക്കെ പറയുന്നത്. എത്ര നിസ്സാരമായിട്ടാണ് മനുഷ്യരിതൊക്കെ തള്ളിക്കളയുന്നത്. പൊതുസമൂഹത്തിന് മുമ്പിൽ മനസ്സാക്ഷിക്ക് ഒരു കുത്തുമില്ലാതെ ജീവിക്കുന്ന ആളുകളെയാണ് ഈ നാളുകളിൽ നമ്മൾ എത്ര നിസ്സാരമായിട്ട് കോമഡിയായിട്ടാണ് പറഞ്ഞു തള്ളുന്നത് പല കാര്യങ്ങളൊക്കെ, അല്ലേ? സങ്കടകരമായിരിക്കുന്ന അനുഭവങ്ങൾ. 7 ആഴ്ചകളിലും ഇങ്ങനെയുള്ള ഒരു ഉപവാസത്തിൻ്റെ ക്രമീകരണം നമ്മുടെ മറ്റ് ഉപവാസങ്ങളോട് ചേർന്ന് വരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ നന്മയിലുള്ള വളർച്ചയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകതയെന്ന് പറയുന്നത്. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. നിന്നെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പൗരസ്ത്യ ആരാധനയിൽ 7 യാമ പ്രാർത്ഥനകൾ ഉണ്ട് എന്നുള്ളത്. നമുക്ക് നിത്യ നമസ്കാരക്രമം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷാക്രമമുണ്ട്. അതിൽ 7 യാമത്തിലുള്ള പ്രാർത്ഥനകൾ പ്രധാനമായിട്ടുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് പാലിക്കുന്ന നമ്മുടെ ആശ്രമങ്ങൾ, ദേറായകളിൽ 7 യാമത്തിലും പ്രാർത്ഥിക്കുന്നു. ചില പള്ളികളിലുണ്ട് 7 യാമത്തിലുള്ള പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്ന അനുഭവമുണ്ട്. ചില ഭവനങ്ങളിലും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ചില ഭവനങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ഈ 7 യാമങ്ങളുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് സന്ധ്യാപ്രാർത്ഥനയോടുകൂടെയാണ്. വൈകിട്ട് 6 മണിക്കാണ് സന്ധ്യാപ്രാർത്ഥനയുടെ ഒരു സമയം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് സന്ധ്യയിലാണ് എന്നൊരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ 6 മണി സമയത്തുള്ള പ്രാർത്ഥനയുടെ ക്രമീകരണത്തെക്കുറിച്ച് പറയുന്നത്. പുറപ്പാട് 12:6 നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം, സന്ധ്യാസമയത്ത് കുഞ്ഞാടിനെ അറുക്കണം. പഴയ നിയമത്തിൽ ഒരു കുഞ്ഞാടിനെ അറുക്കുന്നുണ്ട്, പുതിയ നിയമത്തിലും ഒരു കുഞ്ഞാടിനെ അറുക്കുന്നു. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകക്കാരൻ പറയുന്നുണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാധന സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ദർശനം യോഹന്നാൻ കാണുന്നു എന്നുള്ളതാണ് പത്മോസ് ദ്വീപിൻ്റെ ദർശനത്തിൽ യോഹന്നാൻ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് 141 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധി ധൂപമായി തീരട്ടെ. നമ്മൾ ധൂപക്കുറ്റി ഉപയോഗിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ധൂപത്തിൻ്റെ പ്രാർത്ഥന മുകളിലേക്ക് ഉയരുന്ന ഒരനുഭവമാണ്, അല്ലേ? വളരെ ശ്രദ്ധേയമായ ആരാധനയാണ്. ലോകത്തെ മറ്റൊരു ആരാധനയിലും നമുക്ക് ധൂപം ഉപയോഗിച്ച്
ഈ സുഗന്ധവർഗ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനകൾ പൗരസ്ത്യ ആരാധനയിൽ മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. ഒരു പ്രതീകമാണ്. പ്രാർത്ഥന ധൂപമായി തിരുസന്നിധിയിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്നതിൻ്റെ പ്രതീകാത്മമായിരിക്കുന്ന ഒരു ചിത്രീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ കുഞ്ഞാടും പുതിയ നിയമത്തിലെ കുഞ്ഞാടും അറുക്കപ്പെടുന്ന സമയമെന്ന നിലയിൽ ഈ സന്ധ്യാസമയത്തിൻ്റെ പ്രാർത്ഥന 6 മണിക്ക് നടത്തുന്നൊരു ക്രമീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നേരം സന്ധ്യയാകുമ്പോൾ പണ്ടത്തെ പാരമ്പര്യങ്ങളിലൊക്കെ പഴയ ആളുകൾ പറയും ഈ സന്ധ്യയാണ്, ഇന്നത്തെ കൂടി ലൈറ്റ് ഇടാനില്ല, വിളക്ക് കത്തിച്ചിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ചൊല്ലും. അത് ഭാരതീയ പാരമ്പര്യത്തിലുണ്ടല്ലേ. വിളക്ക് കത്തിച്ച് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ അവർ നാമം ജപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധ്യമായിട്ട് തീരും. അതുകൊണ്ട് ഈ ഇന്നത്തെ കുറച്ചുള്ള വൈദ്യുത സംവിധാനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ പ്രകാശം തെളിച്ചതിന് ശേഷം പ്രകാശമായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥന നടത്തുന്ന അനുഭവമാണ്. പകലത്തെ പ്രയത്നങ്ങൾക്കൊക്കെ ശേഷം ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രത്യാശയോടുകൂടെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ പ്രയത്നങ്ങളിൽ എന്നെ നിർത്തിയ ദൈവത്തിന് സ്തുതി. എന്നെ ഇത്രത്തോളം എൻ്റെ ജീവനെ, എൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് സ്തുതി പാടുകയാണ്. സന്ധ്യാസമയങ്ങൾ പാടുവാനുള്ള നല്ല പാട്ടുകളൊക്കെ നമുക്കുണ്ട്. നമ്മളതൊക്കെ പാടുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്തീയത്തിലെ ഒരു പാട്ട് പഴയ കാലഘട്ടങ്ങളിൽ ഏറ്റവും സുപരിചിതമായ പാട്ടാണ്. നമുക്കൊന്ന് ചേർന്ന് പാടാം. ഇന്നു പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചു. ഇന്നു പകൽ മുഴുവൻ കരുണയോട് രക്ഷിച്ചവനെ നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. ശാന്തതയോടു കർത്താവ് തിരുമുൻപിൽ ചന്തമായി ശാന്തതയോടു കർത്താവ് തിരുമുൻപിൽ ചന്തമായി നുറങ്ങി സന്തോഷമോടുണരേണം ഞാൻ തിരുകാന്തി ഉല്ലസിപ്പാൻ. സന്തോഷമോടുണരേണം ഞാൻ തിരുകാന്തി കണ്ടുല്ലസിപ്പാൻ. ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ സൂക്ഷിച്ച ദൈവത്തിന് മുൻപാകെ നന്ദിയോടെ കുടുംബ പ്രാർത്ഥനയെ നമ്മൾ പാടുന്ന പാട്ടായിരുന്നു അല്ലേ. ഇന്ന് എത്ര ഭവനങ്ങളിൽ ഈ പാട്ടുകൾ ഉയരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സന്ധ്യയെങ്കിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ്. 2 സുത്താറ പ്രാർത്ഥനയാണ് സുറിയാനിയിൽ പറയുന്നത്. രാത്രിയുള്ള പ്രാർത്ഥന 9 മണിക്കാണ്, 9 PM. 9 മണിക്കുള്ള രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് കാണുന്നത്. എടുത്താൽ മാത്രം മതി, വായിക്കേണ്ട. ഗത്സമനയിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറയുന്നത്. കർത്താവ് മുട്ടുകുത്തി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. നല്ല ഉറക്കം തരുവാൻ വേണ്ടി, നല്ല തീരുമാനങ്ങൾ തരുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥനകളിലൊന്നാണ് ഗത്സമനയിലെ പ്രാർത്ഥനയെന്ന് പറയുന്നത്. സുറിയാനിൽ സുത്താറ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ രാത്രിയിൽ 9 മണിക്കുള്ള പ്രാർത്ഥന, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നൊരു പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ സമയങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നിദ്രയുടെ അനുഭവങ്ങളിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയൊക്കെ ശയന നമസ്കാരം പാടിയിട്ടാണ് അവർ കിടക്കുന്നത് അല്ലേ. ഇന്നിപ്പോൾ നമുക്ക് നോമ്പിന് മാത്രം പാടാനുള്ളൊരു പാട്ടായിട്ടാണ് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കേണ്ട വളരെ സുന്ദരമായ ഒരു സുറിയാനി ഗീതമാണ് ശയന നമസ്കാരം. നമുക്കറിയാം, ഈ 9 മണിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് പാടിയാണ് ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ വരികളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാപ്പാടമാണ് അല്ലേ. ഞങ്ങൾക്കുള്ള കർത്താവേ, ജ്ഞാനീക നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്ക് നീ അരുളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം രാമു. ആകാനിനവും ദുഷ്ടതയും അധികാരത്തിൽ അമർത്ത്. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം ഈ രാവ് മുഴുവൻ.
സുഖകരമായ നിദ്രയെ ഞങ്ങൾക്ക് തരണമേ. ദുർസ്വപ്നങ്ങളിൽ നിന്നും ദുർചിന്തകളിൽ നിന്നുമൊക്കെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്നുള്ളതാണ് ഇത് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ജീവിതത്തിൽ ദുസ്വപ്നങ്ങളും ഒക്കെ വരുമ്പോൾ പാടുവാൻ തക്കവണ്ണം സാധിക്കും. വളരെ സുന്ദരമായ, വളരെ അർത്ഥമുള്ള, മനോഹരമായൊരു സുറിയാനി ഗീതമാണല്ലോ നമ്മുടെ ശയന നമസ്കാരം എന്ന് പറയുന്നത്. മൂന്നാമത്തെ യാമം എന്ന് പറയുന്നത് പാതിരായിലെ പ്രാർത്ഥനയാണ്. രാത്രി 12 മണിക്ക്. നമ്മൾ ഭൂരിപക്ഷം പേരും ഒന്നും അതിൻ്റെ ഭാഗമായി തീരുകയില്ല, അല്ലേ? രാത്രി 12 മണിക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദേറാകളിലും ആശ്രമങ്ങളിലും ഒക്കെയാണ് പ്രധാനമായിട്ട് ഈ നാളുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ജനനവും ഉയർപ്പും രാത്രിയിലായിരുന്നു എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ക്രമീകരണമെന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 25 മുതൽ വായിച്ചു പോകുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പൗലോസും ശീലാസും പാതിരാത്രിയിൽ ജയിലറയിൽ അവർ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അവർ പ്രാർത്ഥിച്ച് പാടിയപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. ബന്ധനങ്ങളെ അഴിക്കുന്ന പ്രാർത്ഥനയുടെ സമയമാണ് രാത്രി 12 മണിക്കുള്ള പാതിരായിലെ പ്രാർത്ഥന എന്ന് പറയും. ബന്ധനങ്ങളെ അഴിക്കുന്ന പ്രാർത്ഥനയുടെ സമയമാണ്. അതുകൊണ്ട് രാത്രിയാമങ്ങൾ എഴുന്നേറ്റ് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയണമെന്നുള്ളതാണ് ഈ പ്രാർത്ഥനാ സമയം നമ്മളെ പഠിപ്പിക്കുന്നത്. പണ്ട് നമ്മൾ പറയും, നമ്മുടെ വളരെ പ്രായമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ രാത്രിയുടെ സമയങ്ങളിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ കിടക്കുന്ന കീറപ്പായുടെ സൈഡിലിരുന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ടാണ് രാത്രിയാമങ്ങൾ എഴുന്നേറ്റിരുന്ന് നിലവിളിക്കുവാൻ സാധിക്കണം. പാട്ടുകാരൻ പാടുന്ന മനോഹരമായ പാട്ട് നമുക്കറിയാമല്ലോ, നിലവിളിക്കുക നിലവിളിക്കുക. ചേർന്ന് പാടാം. നിലവിളിക്കാം നാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം നിലവിളിക്കാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. രാക്കാലങ്ങളിലും യാമാരംഭത്തിലും എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിലുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങൾക്ക് കുറച്ചുകൂടെ പ്രത്യേകതയുണ്ട്. നമ്മൾ പറയും, പ്രഭാതത്തിൽ എഴുന്നേറ്റ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിന് കുറച്ചുകൂടെ പ്രയോജനമുണ്ട് എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയുടെ ശക്തി കൂടുന്ന നിമിഷങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. നാലാമത്തെ യാമപ്രാർത്ഥന എന്ന് പറയുന്നത് പ്രഭാത പ്രാർത്ഥനയാണ്. വെളുപ്പിനെ 6 മണിക്കുള്ള പ്രാർത്ഥനയാണ് ഇതെന്ന് പറയുന്നത്. 119-ാം സങ്കീർത്തനം 147-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിൻ്റെ വചനത്തിൽ പ്രത്യാശ വെക്കുന്നു. അസ്തമയത്തിന് മുമ്പേയും ഉദയത്തിന് മുമ്പേയും പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രഭാത സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേയും അസ്തമിക്കുന്നതിന് മുമ്പേയും പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകണം. കാരണം പ്രഭാതത്തിൽ ജീവജാലങ്ങൾ നാഥനെ പാടി സ്തുതിക്കുകയാണ്, അല്ലേ? കാക്ക അതിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്നു. കോഴിയാണെങ്കിൽ രാവിലെ തന്നെ, അല്ലേ, നമ്മളെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്ന പണ്ടത്തെ അലാറം എന്തായിരുന്നു? പത്രോസിനെ ഉണർത്തിയ അലാറമോ, അല്ലേ? പൂവൻകോഴിയൊക്കെ കൂവുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുന്നു. കിളികൾ പാടുന്നു. പ്രഭാതത്തിൽ പൂക്കൾ സുന്ദരമായിട്ട് വിടരുന്നു. ഇതെല്ലാം അത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആ അന്തരീക്ഷത്തിൽ മുഴുവൻ ആരാധനയുടെ അനുഭവം നടക്കും. ഇതെല്ലാം പറയും. നമ്മളന്നേരം എന്തോ പാടും? പ്രഭാതത്തിൽ നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു, അല്ലേ? ഒന്ന് ചേർന്ന് പാടാം. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ. ചേർന്ന് പാടിക്കേ. ഉണർന്നിതാ പാടുന്നു ഗീതങ്ങൾ, മനമേ ഉണർന്നേട്ടേശു പാരനെ പാടി സ്തുതിക്കാം. ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രപഞ്ചത്തിൽ ഭയങ്കര ആരാധന രാവിലെ നടക്കുകയാണ്, അല്ലേ? കിളികൾ പാടുന്നു, പൂക്കൾ വിടരുന്നു, വായു കാറ്റ് അത് വളരെ മന്ദമായിട്ടത് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായിട്ട് ചെറിയ മഞ്ഞ് പെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അല്ലേ? മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, തണലിൻ്റെ അനുഭവങ്ങൾ കൊടുക്കുന്നു. പ്രപഞ്ചം മുഴുവൻ വളരെ സുന്ദരമായ ആരാധനയിലൂടെ പോകുമ്പോൾ ദൈവസാധന സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? കർത്താവേ, ഒരു പുതിയ ദിവസം കൂടെ തന്നതിനായിട്ട് പ്രഭാതത്തിൽ സ്തോത്രം പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. അതുകൊണ്ട് ദൈവം ആരാണ് എന്നുള്ളത് നമുക്ക് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. അതുകൊണ്ടാണ് പാട്ടുകാരൊക്കെ ഇങ്ങനെ പാടിയത്, ഉണരുക നീ എൻ ആത്മാവേ, ചേരുക യേശുവിൻ
അരികിൽ നീ ഉണരുക നീ എൻ ആത്മാവേ. ഇപ്പോഴും ഉണർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴും അല്ലേ, നമ്മൾ മനമേ പക്ഷീഗണങ്ങൾ ഉണർന്നതൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ ഇന്ന് നമുക്കത് രാവിലെ 8:30-ക്കും 9:00-നും ഒക്കെ ആയി പോകുന്നു അല്ലേ. അപ്പം നമ്മുടെ പക്ഷിയൊക്കെ അറബിക്കടൽ കടന്ന് വേറെ സ്ഥലത്തോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. 5-ാം വ്യാമത്തിലെ പ്രാർത്ഥന 3-ാം മണി നമസ്കാരമാണ്. 9 AM ഈ പ്രാർത്ഥനയുടെ സമയമെന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:15 നമ്മൾ വായിക്കുന്നു, പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളല്ലോ. കർത്താവിനെ പീലാത്തോസിന് മുമ്പാകെ വിസ്തരിച്ച ഒരു സമയത്തെക്കുറിച്ചാണിത് പറയുന്നത്. കുറ്റമില്ലാത്തവനെതിരെ ആരോപണം നടത്തുന്ന ഒരു സമയമായിട്ടാണ് പകൽ 3-ാം മണി നേരമെന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ 2:15 പകൽ 3-ാം മണി നേരമായിട്ടുള്ളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങിയ പെന്തക്കോസിൻ്റെ 3-ാം മണി നേരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മാവിനാൽ പരിശുദ്ധ സഭ നിറയപ്പെട്ട സമയമാണ്. ആ ഓർമ്മ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കും പരിശുദ്ധ സഭയിലേക്കും ഇടവയിലേക്കും ഒക്കെ ഇറങ്ങി വരുവാൻ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നമുക്ക് സാധ്യമായിട്ട് തീരണം. അതുകൊണ്ട് രാവിലെ പ്രഭാതത്തിലുള്ള 9 മണിക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്നതിനുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയുണ്ട്. ഏതാണ്? പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ എന്നുള്ള മനോഹരമായ ഗാനം നമ്മൾ പാടുമ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടുവെങ്കിൽ മാത്രമേ നല്ല സാക്ഷ്യമുള്ള ദൈവമക്കളായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കത്തുള്ളൂ. 6-ാം മണി ഉച്ച നമസ്കാരമാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനടിസ്ഥാനം ലൂക്കോസിൻ്റെ സുവിശേഷം 21-24 നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ പീലാത്തോസ് വിട്ടുകൊടുക്കുന്ന സമയമായിട്ടാണ് ഈ ഉച്ച സമയത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 10 വായിക്കുന്നുണ്ട്, പത്രോസ് 6-ാം മണി നേരം പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പത്രോസിന് ഈ ഒരു ജീവിത നിയോഗത്തിൽ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് കൂടുതൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. പത്രോസിന് പുതിയ ദർശനങ്ങൾ കൊടുത്തത് ഈ 6-ാം മണി നേരത്തെ പ്രാർത്ഥനയിലാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രാർത്ഥനയിലാണ് പുതിയ ദർശനങ്ങൾ കിട്ടുന്നത്. പ്രാർത്ഥനയിലൂടെയാണ് എന്നുള്ളതാണ് നമ്മളോട് പറയുവാൻ. അവിടെ ദൈവമുഖത്തേക്ക് നോക്കിയാണ്, പ്രകാശിതരായി ഞങ്ങൾ നിൻമുഖ ദർശനത്തിൽ നാഥാ നിന്നരികിൽ ഞങ്ങൾ ലജ്ജിതരാകുകയില്ല. പ്രകാശിതരായി ഞങ്ങൾ നിൻമുഖ ദർശനത്തിൽ നാഥാ നിന്നരികിൽ ഞങ്ങൾ ലജ്ജിതരാ. പത്രോസിൻ്റെ മുഖമൊക്കെ വെണ്മയോട് ശോഭിക്കുന്നതാണ്. ആ വെൺമാടത്തിലേക്ക് കയറുന്ന പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ, ഈ നിമിഷങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥനയിൽ, നോമ്പിൻ്റെ സമയങ്ങളിൽ സമയം ചെലവഴിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണമെന്നുള്ളതാണ് ഇവിടുത്തെ സൂചന എന്ന് പറയുന്നത്. 7-ാമത്തെ അവസാനത്തെ യാമപ്രാർത്ഥന എന്ന് പറയുന്നത് 9-ാം മണിയാണ്. നമ്മുടെ സമയമനുസരിച്ച് ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ്. കർത്താവിൻ്റെ മരണത്തിൻ്റെ സമയമാണ്. ദുഃഖവെള്ളി അതാണല്ലോ. കർത്താവിൻ്റെ മരണത്തിൽ പലരും ഉദ്ധാനം പ്രാപിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 23:44 അതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നു. 9-ാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. നീതിസൂര്യനെ ക്രൂശിച്ചപ്പോൾ ലോകത്തിൻ്റെ സൂര്യൻ ഇരുണ്ടുപോയി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും ഓർക്കുന്ന നിമിഷങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നുണ്ടല്ലോ, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ പീഡാനുഭവങ്ങളെയൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുന്ന നിമിഷങ്ങളായിട്ടാണല്ലോ ഇതിനെയൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീരുന്നത്. അതുകൊണ്ട് 7 നേരങ്ങളുള്ള നമസ്കാരത്തെക്കുറിച്ച് ഞാനിവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിച്ചു. യാമപ്രാർത്ഥനകളൊക്കെ നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടിയാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. സഭയുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ആരാധനയിലുള്ള ആധ്യാത്മികത നിലനിർത്തുവാനും വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനും 7 യാമപ്രാർത്ഥനകൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തുന്നതിനും ദുരുപദേശങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും ഈ ആരാധന ജീവിതത്തിലൂടെ സാക്ഷിക്കുന്ന സമൂഹമായിട്ട് സഭ ദിനംതോറും ഈ പ്രാർത്ഥനകൾ തുടരണമെന്നുള്ളതാണ് പരിശുദ്ധ സഭയുടെ ആഗ്രഹമെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ ദൈവീയമായ രക്ഷയെ ദിനംതോറും ധ്യാനിച്ചും അനുസ്മരിച്ചും ആഘോഷിച്ചും സഭ തൻ്റെ മക്കളെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഒരുക്കുന്ന നിമിഷങ്ങളാണ് ഈ 7 യാമത്തിലുള്ള പ്രാർത്ഥനകളെന്ന് പറയുന്നത്. തിരക്കേറിയ ജീവിത ശൈലികളുടെയും കോലാഹലങ്ങളുടെയും
മാധ്യമങ്ങളുടെ തെറ്റായ സ്വാധീനത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് യാമപ്രാർത്ഥനകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസ സമൂഹത്തെ കർത്താവിൻ്റെ സാക്ഷികളും സുവിശേഷത്തിൻ്റെ വക്താക്കളുമായി നിലനിർത്തുവാൻ തക്കവണ്ണം നമുക്ക് ഈ യാമപ്രാർത്ഥനകൾ സഹായകരമായിട്ട് തീരും. 7 യാമപ്രാർത്ഥനകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ സമയങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പൗരസ്യ സുറിയാനി സഭയുടെ ഒരു സമയം, ഒരു ദിവസം തുടങ്ങുന്നത് വൈകിട്ട് 6 മണി മുതലാണ്. അതിൻ്റെ ഒരു ക്രമീകരണം അനുസരിച്ച് ഓരോ സമയങ്ങളും കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനമായിട്ട് ബന്ധപ്പെട്ട് ഈ യാമപ്രാർത്ഥന അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വെറുതെ ഒന്നുമല്ല ഈ യാമപ്രാർത്ഥനകളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. എല്ലാത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. അതിലടിസ്ഥാനപ്പെട്ടിട്ടാണ് ഓരോ സമയങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദിവസവും 7 പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾ കൂടുതൽ അനുഗ്രഹീതരാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ കൂടുതൽ ബലപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ എണ്ണം കുറയരുത് എന്നുള്ള പ്രത്യേക അപേക്ഷയാണ് ഈ ധ്യാന പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ നാളുകളിൽ, ഈ യാമപ്രാർത്ഥനകളാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. വീണ്ടും പരിശുദ്ധ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് താല്പര്യമുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ.